അടുക്കളയിലോട്ട് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോയിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിയ കുറച്ച് ഐറ്റംസ് കേട്ടോ. അതിൽ ആദ്യത്തേത് കുഞ്ഞ് ഈ നെയ്യൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു പോട്ടാണ് കേട്ടോ. സ്റ്റീലിൻ്റെയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു പടം കണ്ടിട്ടായിരുന്നു. പക്ഷെ കിട്ടിയത് വേറൊരു മോഡലാണ് കേട്ടോ. പക്ഷെ ഞാനിത് റിട്ടേൺ അയക്കാനൊന്നും പോയില്ല, കാരണം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയോണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോൾട്ട് പെപ്പർ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടല്ലോ. അത് ഈ പണ്ടത്തെ ഭരണിയുടെ ഒക്കെ ലുക്കുള്ളതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അതാണ്, നല്ല സേഫായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാം ഏതെങ്കിലും ഒരു വീഡിയോയിൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ നമുക്കിത് ഇടുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പുണ്ട്, അത് തുറന്നിട്ടാണ് ഇടുന്നത്. പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരുടെയും കിച്ചണിലൊക്കെ കണ്ടു പരിചയിച്ച എന്താ പറയുക, ഒരു സെറ്റായിട്ട് വരുന്ന സ്പാറ്റിലേയും വിസ്കൊക്കെ വരുന്ന സെറ്റ് ഉണ്ടല്ലോ, അത് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ ഇനി തപ്പി നടക്കണ്ടല്ലോ, എല്ലാ മോഡലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കിച്ചണിലൊക്കെ ഇരിക്കണ കാണാനും ഒരു രസമാണല്ലോ. പക്ഷേ ഈ തവികൾക്കൊക്കെ ഞാൻ കുറച്ചുകൂടെ വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വിചാരിച്ച അത്രയും വലിപ്പമൊന്നുമില്ല, നീളവും സൈസൊക്കെ കുറവാണ്. പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പാറ്റില ആണെങ്കിലും അത്ര സാധാ പോലെ ഫ്ലെക്സിബിൾ അല്ല, അതിൻ്റെ വുഡിൻ്റെ പോർഷൻ കയറിയിരിക്കണോണ്ടാന്ന് തോന്നുന്നു, കുറച്ച് ഹാർഡാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് സിങ്ക് ഏരിയയിൽ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ വയ്ക്കാമെന്നുള്ള രീതിയിലാണ് വാങ്ങിയത്. പക്ഷേ കിട്ടിയപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടാണ്, കുഞ്ഞാണ്. എനിക്കാണെങ്കിൽ സിങ്ക് ഏരിയയിൽ വേറെ കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് വച്ചില്ല കേട്ടോ. ഇങ്ങനെ ഇത് ഗീ പോട്ട് ഒക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ വുഡിൻ്റെ ഒരു ട്രേ ആണ് കേട്ടോ. ഇതും ഇങ്ങനത്തെ സാധനങ്ങളോടൊരു വല്ലാത്ത ഇഷ്ടമാണല്ലോ, മരത്തിൻ്റെ സെറാമിക്കിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 ഓയിൽ ക്യാനും വെച്ചു. പിന്നെ നമ്മുടെ ആ ഒരു സ്പൂണ് തവയുടെയൊക്കെ സെറ്റ് ഉണ്ടല്ലോ, അതും വെച്ചു കേട്ടോ. പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ അതും ഈ സ്പൂണും തവിയൊക്കെ വയ്ക്കുന്ന 3 പോട്ട് പോലെ വരുന്ന ഒരു അടിയിലൊരു ബേസും വരുന്നതാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചതാണ്. ആ ഒരു സെറ്റിൽ നിന്ന് ആ ഒരു സ്പൂണും അല്ല തവിയൊക്കെ എടുത്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശരിക്കും വീട്ടിൽ സ്റ്റീലിൻ്റെ നമ്മൾ എന്നും എടുക്കണ സ്പൂണും തവിയൊക്കെയാണ് ഇട്ട് വെച്ചേക്കണത്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ഐറ്റംസൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ പൊട്ടിച്ച് ഉപയോഗിച്ച് എനിക്ക് കൺട്രോൾ കിട്ടിയില്ല വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓയിൽ ക്യാനും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പക്ഷേ അടപ്പ് നമ്മൾ വിചാരിച്ച പോലെയല്ല, ചുമ്മാ ലൂസാണ് കേട്ടോ. പിന്നെ ഞാൻ വച്ചിരിക്കുന്ന ഒരു രീതി ഇപ്പോൾ കിച്ചണിലെന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെയാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കേട്ടോ.